ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ചാനൽ. അപ്പം നമ്മളൊന്ന് പറയാൻ പോകുന്ന ഒരു ക്യുക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പേഴ്സണലി ഉപയോഗിക്കുന്ന പാനസോണിക് AC ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് 1.5 ടൺ 3 സ്റ്റാർ സ്മാർട്ട് AC ആണ്. ഹോട്ട് ആൻഡ് കോൾഡ് മോഡലാണ്. അപ്പോൾ അതിൻ്റെ റിമോട്ടാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് റിമോട്ടിൻ്റെ തന്നെ ജസ്റ്റ് ഒരു ക്യുക്ക് റിവ്യൂ പറയാം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണാനാണെങ്കിൽ പേര് ഞാനൊരു ഫൈനാൻസ് ചാനലിസ്റ്റ് ആണ്. നമ്മൾ ടെക്കിൽ ഫൈനാൻഷ്യൽ എക്സ്പീരിയൻസ് ആണ്, ക്വാളിഫൈഡ് ആണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മളെല്ലാ കമൻറ്റ് പോകുന്നതാണ്. നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് അവൈലബിൾ ആണ്. പേജ് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഡിസ്ക്രിപ്ഷൻ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നോർമലി നിങ്ങൾ വാങ്ങിക്കുന്ന മോഡലിൻ്റെ റിമോട്ടല്ല. അതും എൻ്റെ ആക്ച്വലി വീട്ടിലുണ്ട്. നിങ്ങൾ അൺബോക്സിംഗ് ഒക്കെ ഉണ്ടായിരിക്കും നമ്മുടെ മെയിൻ ചാനലിൽ. ഇതാണ് ഹോട്ട് ആൻഡ് കൂൾ മോഡലിൻ്റെ റിമോട്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നോക്കി കഴിഞ്ഞാൽ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, മോഡ് ചേഞ്ച് ചെയ്യാനുള്ള ബട്ടൺ. നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുമ്പോൾ ഓട്ടോ മോഡിൽ ഉപയോഗിക്കാം. ഓട്ടോ മോഡിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കറണ്ട് കൺസപ്ഷൻ കുറവായിരിക്കും. പിന്നെ ടെമ്പറേച്ചർ കൺട്രോൾഡ് ഉണ്ട്, പവർഫുൾ മോഡിൻ്റെ ഇതുണ്ട്, സ്മാർട്ട് AC ആണല്ലോ, സ്മാർട്ടിൻ്റെ ബട്ടൺ ഉണ്ട്. പിന്നെ ഫാനിൻ്റെ സ്പീഡും കൺട്രോൾ ചെയ്യാനുണ്ട്, പിന്നെ എയർ സ്വിങ് കൺട്രോൾ ചെയ്യാനുണ്ട്, സ്ലീപ്പ് മോഡ് ഉണ്ട്, ഡിസ്പ്ലേ ഓഫ് ചെയ്യാനുള്ള ഓൺ ചെയ്യാനുണ്ട്, ചെയ്യാനുള്ള കൺവേർട്ടബിൾ മോഡലിൻ്റെ ഇതുണ്ട്, ഓട്ടോ ക്ലീൻ മോഡുള്ള സംഭവമാണ്. അപ്പോൾ ഓട്ടോ ക്ലീൻ മോഡ് ഉണ്ട്, ടൈമർ ഓൺ ഓഫ് ബട്ടൺ ഉണ്ട്, ക്യാൻസലേഷൻ ബട്ടൺ ഉണ്ട് ടൈമറിൻ്റെ, പിന്നെ ACയുടെ റീസെറ്റ് ചെക്കും അതുപോലെ തന്നെ ക്ലോക്ക് റീസെറ്റിൻ്റെ ബട്ടണും ഉണ്ട്. ഇത്രയാണ് റിമോട്ടിലുള്ളത്. ഇത് എന്താ പറയുക, സ്മാർട്ട് AC ആയതുകൊണ്ട് തന്നെ നമുക്ക് മിറായി ആപ്പ് എന്ന് പറഞ്ഞ ഒരു ആപ്പ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. പാനസോണിക്കിൻ്റെ സ്മാർട്ട് AC മോഡുകൾക്ക് നമുക്ക് മിറായി ആപ്പിൻ്റെ സപ്പോർട്ടും വരുന്നുണ്ട്. അവിടെ പോയി ഇതാണ് മിറായി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ. അപ്പോൾ അതിൽ നമുക്ക് കാണാൻ കണ്ടോ, ഞാൻ 28 പൊട്ടയ്ക്കുന്നത്. ഇതിൽ നമുക്ക് AI മോഡും ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ AI മോഡിന് സംഭവം കാണാൻ കണ്ടോ. അത് ഓണാക്കി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി AI മോഡ് എടുക്കും. ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കൺട്രോൾ ചെയ്യും. നല്ല തണുപ്പായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടെമ്പറേച്ചർ കുറയ്ക്കും. ആ പരിപാടിയൊക്കെ ഉണ്ട് ഈ സാധനത്തിൽ കേട്ടോ. അപ്പോൾ സ്മാർട്ട് AC ആകുമ്പോൾ അങ്ങനെ കുറച്ച് ഗുണങ്ങളുണ്ട് AI മോഡ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് യൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 1.5 കൊല്ലമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്ക് കൺസപ്ഷനൊക്കെ നമുക്ക് ഇതിൽ ആപ്പിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിലായിട്ട് നമുക്ക് കംപ്ലയിൻസോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഓട്ടോമാറ്റിക്കലി ഒരു 1 ഇയർ ആവാറായപ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി തന്നെ സർവീസ് സെൻ്ററിൽ നിന്ന് ആൾ വന്നിട്ട് ഇതിൻ്റെ ജസ്റ്റ് ചുമ്മാ അവരെ ഫിൽറ്ററും കാര്യങ്ങൾ ക്ലീൻ ചെയ്തു. നിങ്ങളുടെ യൂസേജ് അനുസരിച്ച് നമ്മുടെ ഇതിൻ്റെ പുറത്തുള്ള ഫിൽറ്റർ ക്ലീൻ ചെയ്യാൻ മറക്കരുത്. അതിലാണ് മെയിനായിട്ട് ഡസ്റ്റും കാര്യങ്ങളൊക്കെ വരിക. അത് ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ മറക്കണ്ട. നല്ല യൂസ് ഉണ്ടെങ്കിൽ 3 മാസത്തിൽ ക്ലീൻ ചെയ്യുക, അല്ലെങ്കിൽ 6 മാസത്തിൽ ക്ലീൻ ചെയ്യാം. നമുക്ക് ചെയ്യാനുള്ളൂ. ആ സാധനം ഫ്ലിപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മുമ്പ് വീഡിയോയിലൊക്കെ പണ്ട് കാണിച്ചിട്ടുണ്ട്. അതൊക്കെ എല്ലാ ബ്രാൻഡിലും സെയിം തന്നെയാണ്, ഒരു വ്യത്യാസമില്ല. വെള്ളത്തിൽ ക്ലീൻ ചെയ്തിട്ട് ഉണക്കിയാൽ മതി. അപ്പോൾ പാനസോണിക്കിൻ്റെ കുറേ പേര് പറയും കംപ്ലൈൻറ്റ്, എന്താ പറയുക, സൗണ്ട് ഉണ്ട്, എന്താ പറയുക. അത് 2023 മോഡലിൽ ചില മോഡലിലും ഇനീഷ്യൽ വന്ന ഒരു ബാച്ച് ഓഫ് മോഡലിൽ മാത്രം ഉണ്ടാകുന്നുള്ളൂ. അത് മിക്കതും ഓഫ്ലൈനിൽ വാങ്ങിച്ച ആൾക്കാർക്കാണ്. അത് കടക്കാർ പണി കൊടുത്താണ്. കുറേ എണ്ണം വന്ന് പറയും പാനസോണിക്കിൻ്റെ സൗണ്ട് ഉണ്ട് വാങ്ങിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ അതിൻ്റെ ഫുൾ റിവ്യൂ, ശരിക്കും ഡീറ്റെയിൽ ആയിട്ടുള്ള ഫുൾ റിവ്യൂ നമ്മുടെ മെയിൻ ചാനലിൽ ഗുഡ് ആപ്പൻ സീരിയൽ കാണിച്ചിട്ടുണ്ട്. സൗണ്ടോ ഒരു സാധനവും ഇല്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇതിൻ്റെ പവർഫുൾ മോഡ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഒരു 26 ആക്കിയിട്ടുണ്ട്. പവർഫുൾ അമർത്താണ്. പവർഫുൾ അമർത്തിയേ. പവർഫുൾ ആകുമ്പോൾ അതിൻ്റെ ഫുൾ മോഡിൽ ബ്ലോവർ എല്ലാം വരും. ഫുൾ പവർഫുൾ മോഡിൽ നിങ്ങൾക്ക് ഇതാണ് സൗണ്ട് വരുന്നത്. നിങ്ങൾക്ക് എത്ര സൗണ്ട് കേൾക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് പറയാം. ഞാനിപ്പോൾ എൻ്റെ സ്പീക്കർ ഇവിടെ വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ മൈക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. മൈക്ക് ഞാൻ ഊരിയിട്ട് അതിൻ്റെ ഇവിടേക്കാണ് കറക്റ്റായിട്ട് ഫാൻ വരുന്നത്. അപ്പോൾ അതിൻ്റെ സൗണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ കേൾക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ചു ഇവിടേക്ക് സൗണ്ട് വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് എത്ര സൗണ്ട് കേൾക്കുന്നത് നിങ്ങൾ പറയാം. ഭയങ്കര സൗണ്ടാണ്. പവർഫുൾ മോഡിലാണ് കിടക്കുന്നത് കേട്ടോ. ഫുൾ ബ്ലോവർ സ്പീഡിലാണ് കിടക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതിൽ വേറൊരു സാധനം ഉണ്ട്, ക്വയറ്റ് മോഡ് എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ ഞാൻ പവർഫുൾ ഓഫാക്കി ഫാൻ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നമുക്കൊരു ക്വയറ്റ് മോഡ് ഉണ്ട്. കണ്ടു, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ക്വയറ്റ് അറിയുന്നില്ല, അത്രയും സൗണ്ട് കുറവാണ്. അപ്പോൾ കുറേ പേര് ഒരു ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ സൗണ്ടാണ്. നിങ്ങൾ വല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ. ഇപ്പോൾ ക്വയറ്റ് മോഡിൽ പോയി എന്തെങ്കിലും സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നത് ഞാൻ അതിൻ്റെ മണ്ടാക്കി കാണിച്ചുതരാം. അവിടെയാണല്ലോ എന്താ പറയുക ECയുടെ യൂണിറ്റ് ഇരിക്കുന്നത്. എന്തെങ്കിലും സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് അവിടെ, ഔട്ട്ഡോർ യൂണിറ്റിൻ്റെ ഫാനിൻ്റെ സൗണ്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒറിജിനൽ റിവ്യൂ. കുറേ എണ്ണം ചുമ്മാ വന്ന് കമൻറ്റ് ചെയ്യുന്ന കാണാം, കംപ്ലൈൻറ്റുമായിട്ട് പൊട്ടയാണ് സൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. അത് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. എന്ന് വെച്ചാൽ 2023 മോഡലിൽ ചില ബാച്ചുകൾക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു. അത് അവർ ഓൾറെഡി വിളിച്ച് സോൾവ് ചെയ്തിട്ടുണ്ടായിരുന്നു പാനസോണിക്കിൻ്റെ. അതും മെയിനായിട്ട് ഓഫ്ലൈനിൽ നിന്ന് വാങ്ങിച്ച ആൾക്കാർക്കാണ് പണി കിട്ടിക്കുന്നത്. ബേസ് മോഡൽ ഉണ്ടല്ലോ ആ സാധനത്തിന്. അപ്പോൾ അതിനാണ് പണി ഉണ്ടായിരുന്നത്. അവരാണ് ഈ വന്ന് താങ്ങുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നോക്കി വാങ്ങിക്കണം. അത് പറയാറുണ്ട്, ഈ കടലിൽ പോയിട്ട് തലയ്ക്ക് വാങ്ങി വെക്കരുതെന്ന്. പ്രത്യേകിച്ച് മൈജിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവർ പഴയ സാധനവും ചിലപ്പോൾ യൂസ്ഡായ സാധനം വരെ അടിച്ച് തലയിൽ വെച്ച് തരും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ പോയി വാങ്ങിക്കണവർ പോയി വാങ്ങിച്ചോട്ടെ, അവർ തലയിൽ വെച്ചോട്ടെ, അവർക്ക് നഷ്ടം. അല്ലാണ്ട് മൈജിക്കാർക്ക് ലാഭമല്ലേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല അവർക്ക്. അല്ലാണ്ട് കറക്റ്റായിട്ട് നോക്കി വാങ്ങിക്കുന്നവർക്ക് നിങ്ങൾക്ക് ഓൺലൈൻ വാങ്ങിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് വല്ല പരിചയമുള്ള കടകളുണ്ടെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് വാങ്ങിക്കാം. ഇപ്പോൾ ഫ്ലിപ്കാർട്ടിലൊക്കെ നല്ല പ്രൈസ് ഡീലാണ് കാണുന്നത്. ആമസോണിൽ പോലും ഇത്രയും പ്രൈസ് ഡീലില്ല.
അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കുമ്പോൾ കറക്റ്റായിട്ട് നോക്കി ആ ഓപ്പൺ ബോക്സ് ആണല്ലോ ഒക്കെ നോക്കിയിട്ട് ഫുൾ ഡാമേജോ സംഭവമൊക്കെ ഉണ്ടെന്ന് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. എന്നിട്ട് OTP കൊടുത്താൽ മതി. നല്ല ഡീൽ കിട്ടുന്നുണ്ട് ഫ്ലിപ്കാർട്ടിലൊക്കെ. ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി നമ്മുടെ എറണാകുളത്തെ വീട്ടിൽ പോയിട്ട് ഞാൻ ഹാവൽസിൻ്റെ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഹാവൽസിൻ്റെ നമ്മുടെ എറണാകുളത്ത് ഇരിക്കുന്ന വീട്ടിലെ ഹാവൽസ് ആയിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മുടെ തൃശ്ശൂർ ഇരിക്കുന്നതിൽ നമ്മൾ പാനസോണിക് ഇരിക്കുന്നുണ്ട്. പാനസോണിക് 2 ഇരിക്കുന്നുണ്ട്. അത് ഒരു നോർമൽ മോഡൽ ഇരിക്കുന്നുണ്ട്. ഇത് ഹോട്ട് ആൻഡ് കൂൾ മോഡൽ. അത് കുറച്ച് 45 റേഞ്ചിൽ വരുന്നതാണ്. മറ്റതാണെങ്കിൽ 30-32 റേഞ്ചിൽ വരുന്നത്. 110 താഴെ. മുകളിൽ 1.5 എന്ന് വെച്ചാൽ ഡയറക്റ്റ് ഇതെൻ്റെ റൂം ഓൾമോസ്റ്റ് ഒരു 150 സ്ക്വയർ ഫീറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ 150 സ്ക്വയർ ഫീറ്റ് ശരിക്കും 1.5 ടൺ വേണം. പിന്നെ പോരാത്തതിന് ഡയറക്റ്റ് സൺലൈറ്റ് വരുന്നതാണ്. ഡ്രസ് ഇട്ടിട്ടില്ലേ നമ്മൾ. അപ്പോൾ ഇത് എന്ത് പെട്ടെന്ന് അറിയാം കൂളാവുക. പവർഫുൾ മോഡൊന്നും ആവശ്യമില്ല. അപ്പോൾ പെട്ടെന്ന് ഫാസ്റ്റ് കൂളിംഗ് ആണ്. ഇതിലൂടെ ഒരു കംപ്ലൈൻറ്റ് വന്നിട്ടില്ല. താഴെ പാനസോണിക് ഇരിക്കുന്നുണ്ട്. ഇതിന് മുമ്പ് നമ്മുടെ LG ആയിരുന്നു. LGയും കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ LGയുടെ കൂളിംഗ് കുറച്ച് സ്ലോ ആയിരുന്നു. പക്ഷേ 2026 മോഡൽ LG അവരിത് മാറ്റിയിട്ടുണ്ട്. ടണ്ണേജ് കൂടിയിട്ടുണ്ട്. ആ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആ റേഞ്ചിൽ സ്മാർട്ട് AC കിട്ടില്ല. ഡെയ്ക്കിനായാലും ഈ റേഞ്ചിൽ സ്മാർട്ട് AC കിട്ടില്ല. ടോപ്പ് 3 വരുന്ന ഈ 3 ഈ പാനസോണിക്, LG, ഡെയ്ക്കിൻ. ഇത് 3 ഹോം കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് ആയിട്ട് വരുന്ന മോഡലുകൾ. അതായത് ഏറ്റവും കൂടുതൽ സെല്ലാവുന്നത്. ഇപ്പോൾ ഗ്ലോബൽ അല്ലെങ്കിൽ എന്താ പറയുക ഫുൾ ഇതിൽ നോക്കി കഴിഞ്ഞാൽ അത് ഇൻഡസ്ട്രിയലിനും അതിലൊക്കെ വരും. അങ്ങനെ ആകുമ്പോൾ വോൾട്ടാസ് ആയിരിക്കും. ഇത് നമ്മൾ ഹോം യൂസിന് അതായത് ഇൻഡിവിജ്വൽ യൂസിൽ മാത്രമായിട്ട് വരുന്ന സെല്ലിങ്ങിൻ്റെ കാര്യം പറയുന്നത്. കുറേ പേര് പറയും ചിലപ്പോൾ അത് വോൾട്ടാസ് ആണ് ഏറ്റവും കൂടുതൽ സെല്ലാവുന്നതൊക്കെ എന്ന് പറയാം. അത് ഇൻഡസ്ട്രിയൽ കമേഴ്ഷ്യൽ യൂസേജും കൂടിയിട്ടുള്ളതാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അവർ ഈ കടകളിലേക്കും വലിയ കോളേജുകൾക്കും അങ്ങനത്തെ എന്താ പറയുക സ്റ്റോറുകൾക്കൊക്കെ ഈ വോൾട്ടാസും ബ്ലൂ സ്റ്റാറൊക്കെ കൊടുക്കുന്നുണ്ട്. കമേഴ്ഷ്യൽ സെല്ലിംഗ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. അത് നോക്കണ്ട പറയണത് കേട്ടാ. അതൊന്നും ഇവർ ചെയ്യുന്നില്ല. ഇവരൊക്കെ ഫോറിൻ ഗ്രൂപ്പാണല്ലോ. ഞാൻ ഹോം യൂസേജിൽ ഏറ്റവും കൂടുതൽ തന്ന കാര്യം പറയുന്നത് ഈ 3 ബ്രാൻഡുകളാണ്. അപ്പോൾ LG വാങ്ങിച്ചാലും കുഴപ്പമില്ല. നിങ്ങൾക്ക് സ്മാർട്ട് AC വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് LG അല്ലെങ്കിൽ ഡൈക്കിൻ വാങ്ങിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് പാനസോണിക് ഞാൻ ഇതിലോട്ട് യൂസ് ചെയ്തില്ല. എനിക്കൊരു പ്രശ്നമില്ല. വീട്ടിൽ ഞാൻ വേറെ പാനസോണിക് ഉപയോഗിക്കുന്നു. നോർമൽ പാനസോണിക് ഉണ്ട്. ഒരു പ്രശ്നങ്ങളും ഇല്ല. സർവീസും എൻ്റെ കറക്റ്റ് ആപ്റ്റാണ്. എൻ്റെ ഡയറക്റ്റ് സർവീസ് ഉള്ള ഏരിയയാണ്. പിന്നെ നോക്കേണ്ടത് നിങ്ങൾ ഡയറക്റ്റ് സർവീസ് ഉണ്ടോയെന്നാണ്. എന്ന് വെച്ചാൽ കുറേ ചിലപ്പോൾ ഉള്ള ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ അതെല്ലാം ഏത് ബ്രാൻഡ് എടുത്താലും അങ്ങനെ തന്നെയാണ്. ഡയറക്റ്റ് സർവീസ് ഉണ്ടാവില്ല. തേർഡ് പാർട്ടി സർവീസ് ആയിരിക്കും. അപ്പോൾ കുറച്ച് മോശമായിരിക്കും. തേർഡ് പാർട്ടി സർവീസ് ആകുമ്പോൾ നല്ല ഡിഫറൻസ് വരും. അത് നിങ്ങൾ ഏത് ബ്രാൻഡ് എടുത്താലും അങ്ങനെ തന്നെയാണ് ഉണ്ടാകുന്നത്. വെച്ചാൽ തേർഡ് പാർട്ടി സർവീസ് നിങ്ങളുടെ ഏരിയ വൈസ് പിൻകോഡ് അനുസരിച്ച് ചിലപ്പോൾ ഡയറക്റ്റ് സർവീസ് ബ്രാൻഡിന് ഉണ്ടാവില്ല. അപ്പോൾ അവർ തേർഡ് പാർട്ടിക്ക് കൊടുത്തുകയായിരിക്കും. അതെല്ലാ ബ്രാൻഡും അങ്ങനെ തന്നെ. പാനസോണിക് മാത്രമല്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറച്ച് ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ ഞാൻ എന്തായാലും ടാഗ് ചെയ്യുന്നുണ്ട്. നമ്മൾ അത്യാവശ്യം കുറച്ച് ബെസ്റ്റ് ഉള്ള നമ്മുടെ ഇതിൻ്റെ ഫുൾ വീഡിയോ നമ്മുടെ മെയിൻ ചാനലിട്ടുണ്ട്. ഫ്ലിപ്കാർട്ട് ടാഗിങ് കൊടുത്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വാങ്ങിക്കാം. അത്രേ ഉള്ളൂ. എന്തെങ്കിലും സംശയം കമൻറ്റ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം പേജിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് പേജ് ഫോളോ അടിക്കാം കേട്ടോ. ഡിസ്ക്രിപ്ഷൻ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അടുത്ത വീഡിയോ കാണാം. ബൈ.